എടി അർച്ചനെ, ഈ നോക്കി നിക്കാതെ എങ്ങണ്ട് ഞാൻ ഈ കളിച്ചതൊന്ന് കളിക്കടി. ദേ ചേച്ചി, ഒരാളുടെ കുറവുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു മൈക്രോ ഫിനാൻസിന്റെ ഓണിന്റെ കാര്യം വല്ലതും ആണെന്ന്. ഈ വേഷം കെട്ടി ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് കൈകൊട്ടി കളിക്കാനാണ് എന്നെ വിളിക്കുന്നതെന്ന്. അയ്യോ എന്റെ ദൈവമേ, ഇന്ന് വൈകിട്ട് നടക്കുന്ന കൈകൊട്ടിക്കളി മത്സരത്തിൽ എന്റെ ടീമിന് തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ്. ആയിരിക്കും, മിക്കവാറും ആയിരിക്കും. കാരണം അമ്മാതിരി നേർച്ചയും വഴിപാടും ഒക്കെ അല്ലേ ഞാൻ ചെയ്തേക്കുന്നേ. എല്ലാരും എന്നെ പോലെ നന്നായിട്ട് കളിച്ചാ മതിയായിരുന്നു. അയ്യോ, മൊബൈൽ ഫോൺ ആയിരുന്നു. ഞാനിപ്പോ എന്ത് മ്യൂസിക് കേട്ടാലും കൈകൊട്ടിക്കളി കേറി ഇനി വരും. ഹലോ, എന്നാ മത്സരേച്ചി? എടി, ഇന്നത്തെ വൈകിട്ടത്തെ കൈകൊട്ടിക്കളി മത്സരത്തിൽ രമണി ചേച്ചിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. അയ്യോ, രമണി ചേച്ചി വരത്തില്ലേ? പിന്നെ നമ്മൾ ആരെ വെച്ച് കളിപ്പിക്കും? അതിന് പകരം ഞാൻ വേറൊരാളെ വിട്ടിട്ടുണ്ട്. നീ പഠിപ്പിച്ച് സെറ്റാക്കി കേറ്റിയാ മതി. ഒന്നും പേടിക്കണ്ട, 1 മണിക്കൂർ എനിക്ക് കിട്ടിയാ മതി. ടക്കനേന്ന് പഠിപ്പിച്ച് ഞാൻ തട്ടേ കയറ്റിക്കോളാം കേട്ടോ. ദേവേ, ആരാന്നോ ഇനി വരുന്നത്? സിന്ധു, എടി ഞാൻ ആടി. എങ്കിൽ ഞാനും ആടി. ഞാനാ സുധർമ്മ പോൾ. കണ്ടിട്ട് ഷവർമ റോൾ. അതല്ലെന്നേ, എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുലുക്കം കണ്ടിട്ട് അല്ല ഇളകി പറഞ്ഞു കിടക്കുവാണെന്ന് തോന്നുന്നു. അതല്ല, എന്റെ വേഷം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എവിടെ പോടി? അന്ന് വന്ന് പിടിച്ചു കേൾക്കാൻ പോയതാ. പോടി, കളിയാക്കാതെ. എന്റെ ഈ വേഷം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നടി? അയ്യോ ആരായി നിക്കുന്നത്? എന്തോ കല്യാണം വല്ലതാണോ?